അടുത്തത് ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ് ആണ്. അടുത്തത് ബേസിസ് ഫോർ എ വെക്ടർ സ്പേസ്. ഡെഫിനിഷൻ: എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എസ് v1 v2 vn in a vector space V is a basis for V when the condition below are true. S span V. അപ്പം ഇതാണ്, ഇതൊരു വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് എസ്. എസിലുള്ള വെക്ടേഴ്സാണ് v1 v2 so on vn, ഈ n വെക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറയുന്ന ഈ വെക്ടേഴ്സ് വി സ്പാൻ ചെയ്യുമെന്ന് പറയണമെങ്കിൽ, വിയുടെ ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ, വിയുടെ ബേസിസ് ആണെന്ന് പറയണമെങ്കിൽ ഈ എസ് എന്ത് ചെയ്യണം? എസ് സ്പാൻ വി. എന്ന് പറഞ്ഞാൽ വിയിലുള്ള ഏതൊരു എലമെന്റ് എടുത്താലും എസിലെ എലമെന്റ് ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കണം. രണ്ടാമത്, എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഈ എസിലെ v1 v2 vn ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇതാണ് അതിന്റെ കണ്ടീഷൻ. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പൊ ഇത് നോക്കുക. 1 0 0 0 0 1 0 0 0 1 R³ R3 ഒരു ബേസിസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് v1, ഇത് v2, ഇത് v3. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആറിലെ ഏതൊരു എലമെന്റ് എടുത്താലും x1 x2 x3 എന്ന് പറയുന്ന എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് v1ൻ്റെയും v2ൻ്റെയും v3യുടെയും കോമ്പിനേഷൻ ആണെന്ന് പറയണം. കണ്ടോ? c1 v1 പ്ലസ് c2 v2 പ്ലസ് c3 v3 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇതുണ്ടോ? എക്സ് എന്ന് പറയുന്ന എലമെന്റ് ഇത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ്. അപ്പം R³ ഏതൊരു എലമെന്റ് എടുത്താലും അത് v1ൻ്റെയും v2ൻ്റെയും v3യുടെയും ലീനിയർ കോമ്പിനേഷനായിട്ട് ഇതുപോലെ എഴുതാൻ പറ്റും. ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. രണ്ടാമത്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് വളരെ സിമ്പിളാണ്, പലതരത്തിലും ചെയ്യാം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം നമ്മൾ എന്താ എടുക്കേണ്ടത്? c1 v1 പ്ലസ് c2 v2 പ്ലസ് c3 v3 0 ആണെങ്കിൽ, 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 3 0 ആണെങ്കിൽ c1ഉം c2ഉം c3യും 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് 0 ആണ്, ഇത് 0 ആണ്, ഇത് 0 ആണെങ്കിൽ എന്തായിരിക്കും? c1 = 0, c2 = 0, c3 = 0 ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അതാണ്. അപ്പോൾ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ മെട്രിക്സ് എഴുതുക. അത് അങ്ങനെ മെട്രിക്സ് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്താലും മതി. എങ്ങനെ വേണമെങ്കിലും പ്രൂവ് ചെയ്യാം. ഓക്കെ. ഇനി ഈ ബേസിസ് എസ് 1 0 0 0 1 0 0 0 1 ഇതിനെയാണ് നമ്മൾ R3 സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ബേസ്. ഇനി Rnൻ്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത് E1 ആണ്. E1 എന്ന് പറഞ്ഞാൽ 1 0 ആദ്യത്തെ എലമെന്റ് 1ഉം ബാക്കിയുള്ളതൊക്കെ 0യും. E2 സെക്കൻഡ് എലമെന്റ് മാത്രം 1 ബാക്കിയുള്ളതൊക്കെ 0. En എൻഡ് എലമെന്റ് മാത്രം 1 ബാക്കിയുള്ളതൊക്കെ 0. ഇതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ബേസ് ഫോർ Rn എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ബേസ് ഫോർ R3 ഇതാണ്. R3 അത് നിങ്ങൾ മറന്നു പോകരുത്. ഇതാണ് സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ R3. ഇനി Rn ആവുമ്പോൾ ഇതിന് n കമ്പോണൻസ് ഉണ്ടാകും. ഇവിടെ 3 കമ്പോണൻസേ ഉള്ളൂ. Rn ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ബേസ് ഓഫ് Rൻ്റെ അകത്ത് ആദ്യത്തെ n കമ്പോണൻസ് E1 ആദ്യത്തെ മാത്രം 1 ബാക്കിയുള്ളതൊക്കെ 0. E2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മാത്രം 1 ആൻഡ് സോ ഓൺ. ഇതാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് S = 1 1 1 - 1 ഈസ് എ ബേസിസ് ഫോർ R2. R2 ബേസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ R2 ഒരു എലമെന്റ് എടുത്തു. x = x1 x2. ഇത് ഈ രണ്ട് എലമെന്റിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് പറയണം. എന്ന് വെച്ചാൽ c1 v1 പ്ലസ് c2 v2 എഴുതി. ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതാം. c1 v1 ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
ഇങ്ങനെ എഴുതിയെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് C1 പ്ലസ് C2 കോമ C1 മൈനസ് C2 ഇങ്ങനെ കിട്ടും. അപ്പോൾ C1 പ്ലസ് C2 എന്തായിരിക്കും? X1. C1 മൈനസ് C2 X2. അപ്പോൾ നമ്മൾ ഇവിടെ ഈ X1നെ നമ്മൾ C1 പ്ലസ് C2 എന്ന് എഴുതുക, ഈ X2നെ C1 മൈനസ് C2 എന്ന് എഴുതുക. അങ്ങനെ എഴുതാൻ പറ്റും. ഈ X1 X2 എന്ന് പറഞ്ഞാൽ എന്താ? ആർ സ്ക്വയറിൽ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആണ്. അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ C1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് C1 ഉം C2 അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യും? C1 ഈക്വൽ ടു X1 പ്ലസ് X2 ബൈ 2ഉം C2 ഈക്വൽ ടു X1 മൈനസ് X2 ബൈ 2ഉം കിട്ടും. അപ്പോൾ നമുക്ക് ഒരു എലമെൻ്റ് എടുത്തു, ഏതെങ്കിലും ആർ സ്ക്വയറിലെ എലമെൻ്റ് എടുത്തു X1 X2. അങ്ങനെയാണെങ്കിൽ X1 X2 നമുക്ക് തന്നു കഴിഞ്ഞാൽ നമുക്ക് C1 ഉം C2 ഉം കണ്ടുപിടിക്കാം. C1 ഈക്വൽ ടു ദിസ്, C2 ഈക്വൽ ടു ദിസ്. ഇതാണ്. അപ്പം R2ലെ ഏതൊരു എലമെൻറ്റിനെയും നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഇനി ഇത് രണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് C1 V1 പ്ലസ് C2 V2 0 ആണെങ്കിൽ C1 ഉം C2 ഉം 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അതിന് നമുക്കെന്താ 0 എന്ന് പറഞ്ഞാൽ X1 ഉം 0 X2 ഉം 0. അപ്പോൾ C1 0. ഇവിടെയും X1 ഉം X2 ഉം 0. അപ്പോൾ C2 0. അപ്പോൾ C1 V1 പ്ലസ് C2 V2 0 ആണെങ്കിൽ C1 ഉം C2 ഉം 0 ആണ്. ദാറ്റ് മീൻസ് എന്താണ്? V1 ആൻഡ് V2 ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഈ V1 ഉം V2 ഉം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് രണ്ടും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. രണ്ടെണ്ണം നമ്മൾ പ്രൂവ് ചെയ്ത് ഒരു X1 X2നെ നമുക്ക് C1ൻ്റെയും C2ൻ്റെയും കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. രണ്ടാമത്തത് X1 X2 എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയറിലെ എലമെൻറ്റ്. ഇനി C1 V1 പ്ലസ് C2 V2 0 ആണെങ്കിൽ C1 ഉം C2 ഉം 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ V1 V2 ആർ സ്ക്വയർ സ്പാൻ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. Show that the vector space P3 has the basis 1x x square x cube. എന്ന് വെച്ചാൽ തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ ബേസിസ് ആണിതെന്ന് തെളിയിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയലിനെ നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് എഴുതാമെന്ന് പറ്റണം. ഇതാണ് ഒരു തേർഡ് ഡിഗ്രി പോളിനോമിയൽ. എവരി പോളിനോമിയൽ ഇൻ P3 ഹാസ് ദ ഫോം. ഇതാണ് പോളിനോമിയലിൻ്റെ ഫോം, തേർഡ് ഡിഗ്രി പോളിനോമിയലിൻ്റെ. വേറെ A0 A1 A2 A3 കോഎഫിഷ്യൻ്റ് റിയൽ നമ്പേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ P3യെ ഈ PXനെ A0 ഇൻറ്റു 1 പ്ലസ് A0 ഇൻറ്റു 1 പ്ലസ് A1 ഇൻറ്റു എക്സ് പ്ലസ് A2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് A3 ഇൻറ്റു എക്സ് ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അതാണ് ആദ്യത്തെ കാര്യം, നമുക്കങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഏത് തേർഡ് ഡിഗ്രി പോളിനോമിനെയും ഈ എസിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഇതിൻ്റെ വാല്യൂ A1 ഇൻറ്റു A1 ഇൻറ്റു A2x പ്ലസ് A3x സ്ക്വയർ പ്ലസ് A3x ക്യൂബ് ഈക്വൽ ടു 0 ആണെങ്കിൽ A0 A1 A2 A3 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിങ്ങനെ 0 ആണെങ്കിൽ, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണെങ്കിൽ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആയിരിക്കും. അപ്പോൾ A3 0 ആണ്. എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആയിരിക്കും. അപ്പോൾ A2 0 ആണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 0 ആണ്. അപ്പോൾ A1 0 ആണ്. ആ കോൺസ്റ്റൻറ്റും 0 ആയിരിക്കും. അപ്പം രണ്ടാമത്തെ കാര്യം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നും പ്രൂവ് ചെയ്തു. എന്താ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് ഇത്? നമ്മൾ ഈ 4 വെക്ടേഴ്സ് എടുക്കുക. 4 വെക്ടേഴ്സ് A1 പ്ലസ് A2 A0 പ്ലസ് A2x പ്ലസ് A3 A0 പ്ലസ് A1x പ്ലസ് A2x സ്ക്വയർ പ്ലസ്
A3x³ 0 ആണെങ്കിൽ നമുക്കറിയാം 0 ആണെങ്കിൽ 0x എന്നാണ് കിട്ടുക. 0x പ്ലസ് 0 പ്ലസ് 0x പ്ലസ് 0x² പ്ലസ് 0x³ എന്നാണ്. അപ്പം A0ഉം A1ഉം A2ഉം A3യും 0 ആണ്. അതുകൊണ്ട് ഇതെന്താണ്? ഈ 4 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ.